ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളൊന്ന് സഹകരിച്ച് കൊടുക്കണം, അത് നമ്മളെ കടമയാണ്. വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ മുമ്പൊക്കെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് 30 കിലോ ആണ് ലഗേജ് അലോഡ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 1 കിലോ എക്സ്ട്രാ കെട്ടി കൊണ്ടുപോകും, 31 കൊണ്ടുപോകും. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് ബാഗ് 7 കിലോ ആയിരിക്കും, അതിൻ്റെ മുകളിൽ 1 കിലോ 1.5 കിലോ ഒക്കെ കൂടുതൽ വെച്ച് കൊണ്ടുപോകും. ചിലപ്പോൾ അത് കൂടുതൽ നമുക്ക് പാസ്സായിട്ട് കിട്ടാറുണ്ട്, ചില സമയത്ത് ഓപ്പൺ ചെയ്യിപ്പിക്കും. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ടെർമിനൽ 4ഉം ടെർമിനൽ 5ഉം മാത്രമേ അവിടെ വർക്കിംഗ് ഉള്ളൂ. അപ്പോൾ ജസീറ എയർവേസ് ടെർമിനൽ 5 നിന്നും ബാക്കിയുള്ള എല്ലാ ഫ്ലൈറ്റും ടെർമിനൽ 4 നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ ലഗേജൊക്കെ കൊണ്ടുപോയി അത് കൂടുതലുണ്ടെങ്കിൽ അത് വീണ്ടും റിട്ടേൺ എടുത്ത് അത് വീണ്ടും റീപാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം അവിടെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ട് ആൾക്കാർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് പോയിരുന്നു. കുറേ മലയാളികൾ തന്നെയാണ് അതായത് ഓവറായിട്ട് ലഗേജ് കിട്ടിയിട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇത് അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്കും ക്യൂ നിൽക്കുന്ന അല്ലെങ്കിലേ തിരക്കാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊന്ന് പറയാനുള്ളത്, നമുക്ക് എത്രയാണോ ടിക്കറ്റ് ലഗേജ് അലൗഡ് ഉള്ളത് അതിൻ്റെ മുകളിൽ കൊണ്ടുപോകരുത്, കറക്റ്റ് തൂക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഹാൻഡ് ബാഗും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കൂടുതലൊന്നും വിടുന്നില്ല, കറക്റ്റ് അലൗഡ് ഉള്ളത് മാത്രമേ അവർ കയറ്റി വിടുന്നുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അത് നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ സിറ്റുവേഷനിൽ കാര്യങ്ങൾ നമ്മളൊന്ന് സഹകരിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം.